ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയതിന്റെ വിവരങ്ങൾ ദേവസ്വം ബോർഡിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ നിലവിലെ ബോർഡ് അംഗങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. ഈ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് 2019 ക്രമക്കേട് മറച്ചുവെക്കാനായിരുന്നു എന്നായിരുന്നു ഹൈക്കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം. സ്വർണ്ണക്കൊള്ളയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ വർഷം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന്റെ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഇത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന്റെ മിനിറ്റ്സ് ബുക്കും SIT പിടിച്ചെടുത്തു. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ നിലവിലെ ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിക്കുന്നു. ഇത്തവണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. ഗ്യാരണ്ടി ബാക്കിയുള്ളതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതിനായി ചുമതലപ്പെടുത്തിയതെന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവച്ചേ തീരൂ എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇവരൊന്നും അതിന്റെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല. ഓടിക്കണം അവിടെ നിന്ന്. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. കാരണം കതക് കൊണ്ടുപോയി, കട്ടള കൊണ്ടുപോയി, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ്. ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോയത് കോടതിയിലായിരുന്നു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കമുള്ളവരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കുമെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ വീണ്ടും വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.